Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോർത്ത് സെമ്മിൽ ഫോർത്തിൽ ഇ ഡി പി എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ അതൊരു തിയറി പേപ്പറാണ്. തിയറി പേപ്പർ ആണെങ്കിൽ തന്നെയും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പേപ്പറിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്, ഇ ഡി പി. ഓക്കെ, അപ്പോൾ അതിൽ ഓൺട്രപ്രണർ ആരാണ്, അതുപോലെ ഓൺട്രപ്രണർഷിപ്പ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ആദ്യ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അത് പരമാവധി ബ്രീഫാക്കിയിട്ടാണ് നോട്ട് തരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ നോട്ട് മാത്രം ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ വരാവുന്ന കാര്യങ്ങൾ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീരെ വരാത്ത കാര്യങ്ങൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. പിന്നെ പരമാവധി ബ്രീഫായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ എന്താണ് എക്സാമിന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഫസ്റ്റ് ചാപ്റ്റർ കോൺസെപ്റ്റ്സ് ഓഫ് ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ്സ് ഓഫ് ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര് തന്നെ. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വരുന്നത് എന്താണ്, ആരാണ് ഒരു ഓൺട്രപ്രണർ, മീനിങ് ഓഫ് ഓൺട്രപ്രണർ ആണ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഓൺട്രപ്രണർ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ്. സോ മീനിങ് ഓഫ് ഓൺട്രപ്രണർ ആണ്. ദ ടേം ഓൺട്രപ്രണർ ഒറിജിനേറ്റ്സ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് വിച്ച് ഈസ് ഓൺട്രപ്രൻഡ്രെ. ഓക്കെ, ഒരു ഫ്രഞ്ച് വേർഡാണ്. അപ്പോൾ എന്താണ് മീനിങ് ടു അണ്ടർടേക്ക് എന്നുള്ളതാണ്. അണ്ടർടേക്ക് എന്ന് വെച്ചാൽ ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഓൺട്രപ്രൻഡ്രെ എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആ വേർഡ് തന്നെ ഉണ്ട്. നമുക്കൊരു ഇംഗ്ലീഷ് വേർഡ് അല്ല, അത് ഫ്രഞ്ച് വേർഡാണെന്നുള്ളത് ആ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഓൺട്രപ്രണർ ഈസ് സംവൺ ഹൂ അണ്ടർടേക്സ് ദ റിസ്ക് ഓഫ് എ ന്യൂ എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ ഒരു പുതിയ സംരംഭം, ഒരു സ്ഥാപനം പുതുതായിട്ട് ഉണ്ടാക്കാൻ എന്താണ് റിസ്ക് എടുക്കുന്നൊരു വ്യക്തിയാണെന്ത് ഓൺട്രപ്രണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഇനി ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഈ ഓൺട്രപ്രണറിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വെബ്സ്റ്റർ ഡിക്ഷണറി കൊടുത്ത ഡെഫിനിഷനാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഡിഫൈൻസ് ആൻ ഓൺട്രപ്രണർ ആസ് വൺ ഹൂ ഓർഗനൈസസ്, മാനേജസ് ആൻഡ് അസ്യൂംസ് ദ റിസ്ക് ഓഫ് എ ബിസിനസ് ഓർ എൻ്റർപ്രൈസ്. അപ്പോൾ ഈ വെബ്സ്റ്റർ ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്, വൺ ഹൂ ഓർഗനൈസസ്, മാനേജസ് ആൻഡ് അസ്യൂംസ് ദ റിസ്ക് ഓഫ് എ ബിസിനസ് ഓർ എൻ്റർപ്രൈസ്. ഒരു ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് ഒരു എൻ്റർപ്രൈസിൻ്റെയോ എല്ലാ റിസ്ക് അസ്യൂം ചെയ്യുകയും അത് ഓർഗനൈസ് ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും. ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് എല്ലാം സംഘടിപ്പിക്കുക, മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അത് കൈകാര്യം ചെയ്യുക, അസ്യൂം ചെയ്യുക എന്ന് വെച്ചാൽ വരുന്ന റിസ്ക് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു ബിസിനസ് എന്ന് വെച്ചാൽ അല്ലേ നമ്മൾ എല്ലാം കരുതണമല്ലോ. അപ്പോൾ അതാണ് ഇതിന് ഒരു ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഡെഫിനിഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓൺട്രപ്രണർ ആണ്. അപ്പോൾ ഒരു ഓൺട്രപ്രണർക്ക് വരുന്ന എന്തൊക്കെയാണ് വേണ്ട സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സ്വഭാവ സവിശേഷതകൾ. ഓൺട്രപ്രണർ ഇസ് എ ഡൈനാമിക് ഫോഴ്സ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു ഓൺട്രപ്രണർ, നമ്മളറിയാം നിങ്ങൾ എക്കണോമിക്സിലെ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും, ഫസ്റ്റ് സെമ്മിൽ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണുള്ളത്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ഈ ലാൻഡും ലേബറും ക്യാപിറ്റലൊക്കെ എന്താണ് നോൺ ലിവിങ് ബീങ്സ് ആണ്. ഓൺട്രപ്രണറാണ് അവിടെ എന്ത് വരുന്നത്, ലിവിങ് ഫാക്ടറായിട്ട് വരുന്നത്, അല്ല ജീവിക്കുന്നൊരു ഘടകം ഓൺട്രപ്രണറാണ്. അതൊരു വ്യക്തി കൂടിയാണ്, മനുഷ്യൻ കൂടിയാണ്. ഈ ഓൺട്രപ്രണറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓൺട്രപ്രണറാണ്. ഇപ്പോൾ ലാൻഡ് കുറവാവട്ടെ, ക്യാപിറ്റൽ കുറവാവട്ടെ, ലേബറും കുറവാവട്ടെ, ഓൺട്രപ്രണറിന് കഴിവുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാ പോരായ്മകളും മറികടന്നുകൊണ്ട് ഒരു ബിസിനസ്സിനെ വലുതാക്കാൻ എന്താണ് അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻ ഓൺട്രപ്രണർ ഷുഡ് ബി എന്താണ് ഫസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയി പറഞ്ഞത് ഏജൻറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചില ഓൺട്രപ്രണേഴ്സിനെ നിങ്ങൾ പരിചയമുണ്ടാവും. സ്റ്റീവ് ജോബ്സ്, എലോൺ മസ്ക്. പിന്നെ ഇദ്ദേഹം ഒരു ജർമ്മൻ ഓൺട്രപ്രണറാണ്, വോക്സ് വാഗൻ കാറിൻ്റെ
സ്ഥാപകനാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഈ വ്യക്തികളൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ട വ്യക്തികളൊക്കെ തന്നെ എന്താണ്, ദേ ആർ എൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച് അല്ലേ. ഓൺടർപ്രണേഴ്സ് ആർ കാറ്റലിസ്റ്റ് ഫോർ ചേഞ്ച്, ഇംപ്രൂവിങ് ടെക്നോളജി, പ്രൊഡക്റ്റ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ ഈ ആപ്പിൾ ഫോണൊക്കെ വന്നതിന് ശേഷം നമുക്ക് സ്മാർട്ട് ഫോൺ വ്യവസായത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ദേ ആർ ഏജൻറ്റ് ഓഫ് ചേഞ്ച്. പിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം അല്ലേ. നമ്മളിപ്പോൾ പറയുമല്ലോ, നമ്മളെന്താണ് വെറുതെ സംസാരിച്ച് ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ കാര്യമില്ല. പ്ലാൻസ് ഷുഡ് ബി ആക്ഷൻ പ്ലാൻസ് അല്ല, നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. ചെയ്ത് തുടങ്ങിയാലേ ഉള്ളൂ നമ്മളതിന് എന്തായാലും തെറ്റുകൾ വരും, അത് നമ്മൾ തിരുത്തും. അങ്ങനെ എന്താ ചെയ്യുക, നമ്മൾ അതിലേക്ക് മുൻപോട്ട് പോവുള്ളൂ. ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ചെയ്യാതെ നമ്മളിങ്ങനെ വെറുതെ മാറി ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. സോ പ്ലാൻസ് ഷുഡ് ബി ആക്ഷൻ ഓറിയൻറ്റഡ്. ദേ ആർ ഹൈലി മോട്ടിവേറ്റഡ്, ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് ഡ്രൈവ് റിസൾട്ട് ഈ ആക്ഷൻസിലൂടെ നേടുമെന്നുള്ളതാണ്. പിന്നെ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കണം അല്ലേ. എപ്പോഴും എന്താണ്, ഒരു പ്രോബ്ലം വരുമ്പോൾ അതെങ്ങനെ ക്രിയേറ്റീവായിട്ട് നമ്മുടേതായ രീതിയിൽ മാറി ചിന്തിച്ചുകൊണ്ട് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പോൾ എന്താണ്, ഓൺടർപ്രണേഴ്സ് തിങ്ക് ക്രിയേറ്റീവ്ലി, ഫൈൻഡിങ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ടു കോംപ്ലക്സ് പ്രോബ്ലംസ്. അപ്പോൾ ഇന്നോവേറ്റീവായ സൊല്യൂഷൻസ്, കോംപ്ലക്സ് ആയ പ്രോബ്ലംസിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കും എന്നുള്ളതാണ്. നാലാമത്തെ പോയിൻ്റാണ് റിസൾട്ട് ഡ്രിവൺ ആണ്. ദേ ആർ ഫോക്കസ്ഡ് ഓൺ അച്ചീവിങ് ഗോൾസ്, വർക്കിംഗ് ഹാർഡ് ടു ഏൺ പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ് അല്ലേ. അപ്പോൾ നമ്മളറിയാം, ഈ ബിസിനസ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ എന്തുണ്ട്, അതൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, അത് സോഷ്യൽ സർവീസുകളല്ലേ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അത് നമുക്കൊരു ലാഭം മുന്നിൽ കണ്ടിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത്തരം പ്രവൃത്തികൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി റിസൾട്ട് ഡ്രിവൺ. പിന്നെ എന്താണ്, ഓൺടർപ്രണർ റെസ്പോൺസിബിൾ ആയിരിക്കണം, വളരെ ഉത്തരവാദ ബോധത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. ആൻഡ് ഹി ഷുഡ് ബി റെസീലിയൻറ്റ്. അപ്പം റെസ്പോൺസിബിളും ആയിരിക്കണം എന്താണ്. അപ്പോൾ റെസീലിയൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, എന്തൂസിയാസം വേണം അദ്ദേഹത്തിന്, ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ എന്താണ് തീവ്രമായിട്ടുള്ളൊരു താല്പര്യം അതിനോട് വേണമെന്നുള്ളതാണ്. തിങ്കറും ആയിരിക്കണം അദ്ദേഹം, ഡൂവറും ആയിരിക്കണം, നല്ല ചിന്തിക്കുന്ന വ്യക്തിയും ആയിരിക്കണം, ചെയ്യാൻ എന്താണ് പ്രാപ്തിയുള്ള വ്യക്തിയും ആയിരിക്കണം. ദേ ആർ ബോത്ത് സ്ട്രാറ്റജിക് തിങ്കേഴ്സ് ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കേഴ്സ് അല്ലേ. നമ്മളൊരു ഹോട്ടലിൽ നടത്തുന്ന ഒരാളാണെങ്കിൽ, ഒരു ജീവനക്കാരൻ വന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ സപ്ലൈ ആവട്ടെ അല്ലെങ്കിൽ ഈവൻ കുക്കിംഗ് ആവട്ടെ, ഷെഫിൻ്റെ ജോലി പോലും എന്താണ് ആ ഒരു ഓൺടർപ്രണർ ഹോട്ടൽ ജീവനക്കാരന് ചെയ്യാൻ സാധിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ജോലിയെപ്പറ്റി അറിയുന്ന ഒരാളെ ഓൺടർപ്രണർ ആയി കഴിഞ്ഞാൽ ശോഭിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ബിൽഗേറ്റ്സ്, അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് അയാൾ കോഡിങ്ങിലൂടെ തുടങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, പിന്നീടാണ് അദ്ദേഹം ആൾക്കാരെ വെച്ച് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഷുഡ് ബി എ തിങ്കർ ആസ് വെൽ ആസ് എന്താണ് ഡൂവർ എന്നുള്ളതാണ് നെക്സ്റ്റ് ആറാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺടർപ്രണർഷിപ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത പോയിൻ്റാണ് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺടർപ്രണേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺടർപ്രണേഴ്സ്. സോ ഓൺടർപ്രണേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് ടൈപ്സ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ. ഹിയർ ആർ സം ഓഫ് ദ മെയിൻ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പല അടിസ്ഥാനത്തിലാണ്. ഒന്ന് ബിസിനസ്സിൻ്റെ ടൈപ്പിന് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിൽ എന്താണ്, ഒന്ന് ബിസിനസ് ഓൺടർപ്രണർ ഉണ്ട്, എന്താണ് ഹു ഡിസ്കവേഴ്സ് എൻ ഐഡിയ ആൻഡ് ബിൽഡ്സ് എ ബിസിനസ് അറൗണ്ട് ഇറ്റ്. ഒരു പുതിയൊരു ഐഡിയ, അപ്പോൾ നമ്മൾ എലോൺ മസ്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിൽഗേറ്റ്സോ അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയൊരു ബിസിനസ് ഐഡിയ നമ്മൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ടൊരു പുതിയ ഐഡിയ കണ്ടെത്തി നമ്മൾ എന്താണ് ബിസിനസ് തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ AI ടെക്നോളജി വെച്ചിട്ട് ഒരു പുതിയ AI ടെക്നോളജി ആണ് ഒരു പുതിയ ഐഡിയ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഐഡിയ തന്നെ കൊണ്ടുവന്നിട്ട് ബിസിനസ് ചെയ്യുക, അതിനാണ് ബിസിനസ് ഓൺടർപ്രണർ എന്ന് പറഞ്ഞത്. ബിസിനസ് എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, പുതിയൊരു ഐഡിയ കൊണ്ടുവരിക. പിന്നെ ട്രേഡിംഗ് ഓൺടർപ്രണേഴ്സാണ്, ജസ്റ്റ് സാധനം വാങ്ങുക. നമ്മൾ സൂപ്പർ മാർക്കറ്റ്, ഇപ്പോൾ ലുലു ഒക്കെ എന്താണ്, ഇപ്പോൾ യൂസഫ് അലിയൊക്കെ ഒരു ട്രേഡിംഗ് ഓൺടർപ്രണറാണ് അല്ലെ. ഇപ്പോൾ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ, സാധനങ്ങൾ വാങ്ങുന്നു, സൂപ്പർ മാർക്കറ്റ് ചെയിനുകളുണ്ട്, അതുവഴി എന്താണ് സാധനങ്ങൾ വിൽക്കുന്നു, അതാണ് ട്രേഡിംഗ് ഓൺടർപ്രണർ. പിന്നീടാണ് വരുന്നത് എന്ത്, ഇൻഡസ്ട്രിയൽ ഓൺടർപ്രണർ. ഇൻഡസ്ട്രിയൽ ഓൺടർപ്രണർ എപ്പോഴും മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ്. മാനുഫാക്ചറിംഗ് എന്ന് വെച്ചാൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ട്രേഡിംഗ് എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങി വെക്കുന്നു, മാനുഫാക്ചറിംഗ് എന്ന് വെച്ചാൽ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. നാലാമത്തെ പോയിൻ്റാണ് കോർപ്പറേറ്റ് ഓൺടർപ്രണർ. അപ്പോൾ കോർപ്പറേറ്റ് ഓൺടർപ്രണർ എന്താണ്, an individual who demonstrate innovative skills in organizing and managing a corporate undertaking. കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ കമ്പനികൾ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ അല്ലേ. അപ്പോൾ അത്തരം അണ്ടർടേക്കിംഗ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ചെറിയൊരു ഗവൺമെൻറ് കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലെ തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളാണ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ. ഈ കമ്പനികൾ അല്ല, ഒരുപാട് നിയമം പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. ഒരുപാട് നിയമ സംഹിതകൾ, ഇപ്പോൾ ഈ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും.
അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർപ്പറേറ്റ് ഓൺട്രപ്രണർ. പിന്നെ എന്താണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സാണ് അഗ്രിപ്രണ്ണേഴ്സ് എന്ന് വരെ അറിയപ്പെടും. സോ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓൺട്രപ്രണേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 അല്ലേ. അപ്പോൾ 5 തരം ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേസ്ഡ് ഓൺ മോട്ടിവേഷനാണ്. അപ്പോൾ എന്താണ് ഒരു എന്താ പറയുക, മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്നതാണ് അത് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ആസക്തി എന്ന് പറയില്ലേ നമ്മുടെ സംഗതി. അപ്പോൾ ആ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു താല്പര്യം എന്താണ് ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ല നമ്മളൊരു സംഗതി ചെയ്യാനുള്ള. അപ്പോൾ അത് ഒന്നാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, പിന്നെ പ്യുവർ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, പിന്നെ ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അപ്പോൾ പ്യുവർ ഓൺട്രപ്രണേഴ്സ് ആരാണ്? ആൻ ഓൺട്രപ്രണർ മോട്ടിവേറ്റഡ് ബൈ ദ ഡിസയർ ടു യൂട്ടിലൈസ് ദർ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. ഓക്കെ, അപ്പോൾ ഒരു മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ എന്ന് വെച്ചാൽ എന്താണ്, അയാളുടെ കഴിവുകൾ അയാൾക്ക് ശരിക്കും എന്താണ് പ്രയോഗിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റീവ് ജോബ്സ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വളരെ ചെറിയ രീതിയിൽ വന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ സ്ഥാപിച്ച വ്യക്തികൾ, അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ളൊരു വെബ് പേജ് തയ്യാറാക്കാനും ഈ വെബ് ഹോസ്റ്റിംഗ് ഒക്കെ അവർക്ക് അതിൽ സ്കില്ലുണ്ട്. അപ്പോൾ അവർക്കത് മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ അവർ ചെറിയ രീതിയിൽ അമേരിക്കയിലെ ഏതൊരു ഗ്യാരേജിലാണ് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൽ തുടങ്ങിയതാണ്. കുറച്ച് കമ്പ്യൂട്ടേഴ്സും വെച്ചിട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ കാണുന്ന സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ ഇപ്പോൾ അതേപോലെ ആൻഡ്രോയിഡ്, അതേപോലെ എന്താണ് ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ ഏകദേശം ഗൂഗിളിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വലിയൊരു കമ്പനിയാണത്. ലോകത്തെ എല്ലാ ആൾക്കാരും അവരുടെ സേവനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് ഓൺട്രപ്രണേഴ്സ് ആവുന്ന വ്യക്തികളാണെന്ത് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ്. പിന്നെയാണ് പ്യുവർ ഓൺട്രപ്രണർ. ആൻ ഓൺട്രപ്രണർ മോട്ടിവേറ്റഡ് ബൈ സൈക്കോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ റിവാർഡ് ഡ്രിവൺ ബൈ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോഫിറ്റ്. ഇപ്പം നമുക്കറിയാം അങ്ങനെ പ്രത്യേക കഴിവൊന്നുമല്ല, പക്ഷെ ഒരാളെ അണ്ടറിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ അല്ലേ. അപ്പോൾ ചില കമ്മ്യൂണിറ്റീസൊക്കെ ഉണ്ട് അങ്ങനെ, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ മാർവാടി കമ്മ്യൂണിറ്റീസ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർ അങ്ങനെ ആരും അണ്ടറിൽ ജോലി ചെയ്യില്ല, എങ്ങനെയാണെങ്കിലും ഓൺട്രപ്രണേഴ്സ് ആയിട്ട് മാത്രമേ നിൽക്കുള്ളൂ. സോ ദേ ആർ പ്യുവർ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ അവർക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനുമാണ്, പിന്നെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ നിലനിൽക്കുന്നത്. പിന്നെ ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സാണ് അടുത്തത്. അപ്പോൾ ഇൻഡ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു തോന്നലുണ്ടാവുന്നത് ഹു ടേക്ക് അപ്പ് ഓൺട്രപ്രണർ ആക്ടിവിറ്റി ടു അവെയിൽ ബെനിഫിറ്റ് ഫ്രം ദ ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ ചൈനയിലൊക്കെ അങ്ങനത്തെ ഓൺട്രപ്രണേഴ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് ഇപ്പോൾ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിക്കൽ നയം സ്വീകരിച്ചു വരുന്ന കാലത്തും ചൈന ഒരു 70s മുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് അങ്ങോട്ട് പല സബ്സിഡീസൊക്കെ കൊടുത്തിട്ട് ഈ പറയുന്ന ഓൺട്രപ്രണേഴ്സ് ആക്കി തീർക്കുക. അപ്പോൾ ബിസിനസ് വളരും, അങ്ങനെ രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭം. പിന്നെ നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരുപാട് അങ്ങനെ ഒരു 91 ശേഷം നമ്മൾ കുറച്ചും കൂടി ഒരു ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റൊക്കെ ഈ എല്ലാ ലൈസൻസുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്ത് പല സബ്സിഡികളും സ്പെഷ്യൽ എക്കണോമിക് സോണുകളൊക്കെ പല ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ട് ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാണ് ബേസ്ഡ് ഓൺ മോട്ടിവേഷൻ. പിന്നെ ബേസ്ഡ് ഓൺ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഓൺട്രപ്രണറിൻ്റെ ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, അത് വളർന്നു വരുന്ന ആ ഒരു ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പല തരംതിരിവുകളുണ്ട്. ഒന്ന് സ്പോണ്ടേനിയസ് ഓൺട്രപ്രണറാണ്. സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ വളരെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ബോൾഡായിട്ടുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു ഓൺട്രപ്രണേഴ്സാണ്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നത്, പെട്ടെന്ന് ഓൺട്രപ്രണേഴ്സായി മാറുന്ന ആൾക്കാർ. പിന്നെ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണറാണ്. ആൻ ഇൻഡിവിജ്വൽ ഹു സ്റ്റാർട്ട്സ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് യൂസിങ് ദർ ഇന്നോവേറ്റീവ് ഐഡിയ ആൻഡ് സ്കിൽ. സ്വന്തം ഐഡിയയും സ്കില്ലും വെച്ചിട്ട് ഓൺട്രപ്രണേഴ്സ് ആവുന്ന ആളാണ് ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ മുകേഷ് അംബാനി ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ അല്ല. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ശരിക്കും പറയുകയാണെങ്കിൽ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയെ വളർത്തി കഴിഞ്ഞ് ഇപ്പോൾ അത് ഒരു സ്റ്റേബിൾ ആയതിനു ശേഷം ഇദ്ദേഹം കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു അത് വെച്ചിട്ടെന്നല്ലാതെ ഹീസ് നോട്ട് എ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ. പിന്നെ മോഡേൺ ഓൺട്രപ്രണർ ആരാണ്? ആൻ ഓൺട്രപ്രണർ ഹു അണ്ടർടേക്സ് വെഞ്ചേഴ്സ് ദാറ്റ് സൂട്ട് മോഡേൺ മാർക്കറ്റിംഗ് നീഡ്. പുതിയ മാർക്കറ്റിംഗ് രീതികളൊക്കെ യൂസ് ചെയ്യുന്ന പുതിയ ഓൺട്രപ്രണേഴ്സ്. ഇപ്പോൾ നമ്മൾ കാണുന്ന അധികം ഓൺട്രപ്രണേഴ്സ് മോഡേൺ ഓൺട്രപ്രണേഴ്സാണ്. ക്ലാസിക്കൽ ഓൺട്രപ്രണേഴ്സും ഉണ്ട്, ഇപ്പോഴും പഴയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ക്ലാസിക്കൽ ഓൺട്രപ്രണേഴ്സും. കാര്യം അവരെ പഴയ സെൽഫ് സപ്പോർട്ടിങ് കസ്റ്റമേഴ്സിനെ അവർ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡാൻഹോഫ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ക്ലാരൻസ് ഡാൻഹോഫ് എന്ന് വെച്ചാൽ ഒരു ഓതറാണ് അദ്ദേഹം, ഒരു വ്യക്തി, ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ എഴുത്തുകാരൻ മീൻസ് ഈ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 4 ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. ഒന്ന് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സാണ്, അത് പുതിയ ഗുഡ്സ്
പുതുമ വരുന്ന ഇന്നോവേഷൻ എന്ന് വെച്ചാൽ പുതുമയാണ്. അപ്പോൾ പല എന്താണ് നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഈ ഗുഡ്സിലും പ്രൊഡക്ഷനിലും മാർക്കറ്റിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സാണ്. അല്ല ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോണുകളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയാണ് ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നത്, അതിലേക്കൊരു ക്യാമറ കൊണ്ടുവന്നത്, അല്ല അതൊരു ഇന്നോവേഷനാണ്. അതേപോലെ ടച്ച് സ്ക്രീൻ ആപ്പിളാണ് ആദ്യം ആപ്പിൾ അതിനെക്കാട്ടി മുന്നുണ്ട്. ആപ്പിളാണ് ഇങ്ങനത്തെ ഒരു കൈകൊണ്ട് എന്താണ് നമ്മൾ വെറും ഫിംഗർ ടച്ചിങ് അല്ലെങ്കിൽ മൾട്ടി ടച്ച് സ്ക്രീനൊക്കെ ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊരു ഇന്നോവേറ്റീവ് ഓൺടർപ്രണർഷിപ്പാണ്. പിന്നെ അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് ഓൺടർപ്രണറാണ്. എൻ ഓൺടർപ്രണർ ഹു അഡോപ്റ്റ് സക്സസ്ഫുൾ ഇന്നോവേഷൻ ക്രിയേറ്റഡ് ബൈ അതേഴ്സാണ് അഡോപ്റ്റീവ് അല്ലെങ്കിൽ ഇമിറ്റേറ്റീവ് ഓൺടർപ്രണർ. പിന്നെ ഫാബിയൻ ഓൺടർപ്രണറാണ്. എ ട്രഡീഷണൽ ഓൺടർപ്രണർ ഹൂ ഈസ് കോഷ്യസ് ആൻഡ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. അപ്പോൾ ഈ ഫാബിയൻ ഓൺടർപ്രണർ എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ ആഗ്രഹിക്കാത്ത ഓൺടർപ്രണറാണ്. പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നത്. അഡോപ്റ്റീവ് എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ വരുമ്പോഴേക്കാണ് അയാളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും. പുതിയതായിട്ടൊന്നും അയാൾ ഉണ്ടാക്കില്ല, എന്താണോ നിലവിൽ കാണുന്നത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുക. പിന്നെ ഡ്രോൺ ഓൺടർപ്രണേഴ്സ് എന്നാണ് റെഫ്യൂസ് ടു അഡോപ്റ്റ് ചേഞ്ച്. ഈ ഫാബിയൻ കോഷ്യസ് ആണ്, പക്ഷേ എന്താണ് ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടും. പക്ഷേ ഈ ഡ്രോൺ ഓൺടർപ്രണറാണ് ഹി റെഫ്യൂസസ് ടു അഡോപ്റ്റ് ചേഞ്ച്. ഒരു തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാത്ത ഓൺടർപ്രണർ, വളരെ ട്രഡീഷണലായിട്ട് ഓൺടർപ്രണർഷിപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഡ്രോൺ ഓൺടർപ്രണർ. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യമാണ് ട്രേഡ്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓൺടർപ്രണർ. ഒരു സക്സസ്ഫുള്ളായ ഓൺടർപ്രണർക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, അയാൾക്ക് ബിസിനസ്സിനോടൊരു പാഷൻ വേണം, അല്ലേ? പാഷൻ എന്ന് വെച്ചാൽ അയാൾക്ക് എന്താണ് നല്ലൊരു താല്പര്യം അതിനോട് വേണം എന്നുള്ളതാണ്. പിന്നെ ക്രിയേറ്റീവ് ആയിരിക്കണം, വേറിട്ട ചിന്തകൾ വേണം, അല്ലെ? ഒരു സംഗതി വരുന്ന നേരത്ത് പലതരത്തിലുള്ള കാര്യങ്ങളോട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം, പക്ഷേ ഏറ്റവും നല്ല രീതി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ക്രിയേറ്റീവ് ആയിരിക്കണം അദ്ദേഹം. ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ നമ്മളൊരു ഇമാജിനേഷൻ വേണം, അത് നല്ല പോസിറ്റീവ് ഇമാജിനേഷനും ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വില്ലിങ്നെസ് ടു മേക്ക് സാക്രിഫൈസ് ആൻഡ് അസ്യൂം റിസ്ക് ആണ്. സാക്രിഫൈസുകൾ എടുക്കാനുള്ള താല്പര്യം വേണം, അതുമാതിരി റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവും വേണം. ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെൻ്റ് ആണ്. നല്ല അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്താനുള്ള ഒരു ഡിസയർ അദ്ദേഹത്തിന് വേണം എന്നുള്ളതാണ്. പിന്നെ ഒപ്റ്റിമിസം വേണം. ഒപ്റ്റിമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ഒരു ശുഭാപ്തി വിശ്വാസം വേണം എന്നുള്ളതാണ്. ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്യൂച്ചർ, അല്ലേ? നമ്മൾ നെഗറ്റീവ് തോട്ട് എന്ന് പറഞ്ഞില്ല, പോസിറ്റീവ് തോട്ടാണ് ഈ പറയുന്ന ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ ഭാവി നന്നാവും എന്നുള്ളൊരു താല്പര്യം ആണ് ഒപ്റ്റിമിസം. ഒരു ഫോർ സൈറ്റ് വേണം. ഫോർ സൈറ്റ് എന്ന് വെച്ചാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ധാരണ. ആൻറ്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് ടേക്കിംഗ് ടൈംലി ആക്ഷൻ ആണ്. പിന്നെ സെൽഫ് കോൺഫിഡൻസ് വേണം. ഒരു സ്വയം എന്താണ് ഒരു ആത്മവിശ്വാസം വേണം എന്നുള്ളതാണ്. സെൽഫ് കോൺഫിഡൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ഓൺടർപ്രണേഴ്സ് എനേബിളിംഗ് ദം ടു മേക്ക് ചോയ്സസ് എലോൺ. അപ്പോൾ ഒരു ആത്മവിശ്വാസം കൂടുമ്പോഴേ നമുക്ക് ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ബൗൺസ് ബാക്ക് ഫ്രം ഫെയിലിയേഴ്സ്. പിന്നെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊവേറ്റീവ് എബിലിറ്റി വേണമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇന്നൊവേറ്റീവ് എബിലിറ്റി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുതിയ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പുതുമ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇന്നോവേഷൻ എന്ന് വെച്ചാൽ ഒരു പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊവേറ്റീവ് എബിലിറ്റി എന്ന് വെച്ചാൽ ഓൺടർപ്രണർ ഷുഡ് ഇനിഷ്യേറ്റ് ഇന്നൊവേറ്റീവ് ആക്ടിവിറ്റീസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് മീറ്റ് ചേഞ്ചിങ് കസ്റ്റമർ ടേസ്റ്റ് ആണ്. കസ്റ്റമറിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതുമ കൊണ്ടുവരിക ഗുഡ്സിനും സർവീസിനൊക്കെ. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്യാവശ്യമാണ്. നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയണം. അത് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് വേണ്ടി വരും, ചിലപ്പോൾ മീഡിയാസിലൊന്നും സംസാരിക്കേണ്ടി വരും. അങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഓൺടർപ്രണർക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡ്സ് ഓർ ക്വാളിറ്റീസ് വേണ്ട ഗുണങ്ങളാണ്. നല്ലൊരു ഓൺടർപ്രണർക്ക് വേണ്ട ഗുണങ്ങളാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ആൻ ഓൺടർപ്രണർ. ഒരു ഓൺടർപ്രണറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ആൻ ഓൺടർപ്രണർ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ബിസിനസ് വേൾഡ് പെർഫോമിംഗ് വേരിയസ് ഫങ്ഷൻസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ സക്സസ് ഓഫ് ദർ എൻ്റർപ്രൈസ്. അപ്പോൾ ഓൺടർപ്രണറിൻ്റെ അയാൾ ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ്, അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ചെയ്യേണ്ടത്, അയാൾ എന്തൊക്കെ പ്രക്രിയകളാണ് അയാൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിലൊന്ന് വരുന്നത് ഒന്ന് പ്ലാനിങ് ആണ്. ഓൺടർപ്രണർ നന്നായിട്ട് ബിസിനസ്സിനെ കുറിച്ചിട്ട് ആദ്യമേ പ്ലാൻ ചെയ്യണം, അല്ലെ? പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മാപ്പ് അല്ലെങ്കിൽ റോഡ് മാപ്പ് ഉണ്ടാക്കി വെക്കാമെന്ന് പറയില്ലേ? അത് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു യാത്ര പോകുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻ വേണമല്ലോ. ഇന്ന ദിവസം ഇവിടെ എത്തി, ഇന്ന സമയത്ത് എത്തി, അല്ല ഇന്ന റൂം എടുത്ത് ആദ്യം റൂമിൽ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്ത്, അല്ല ആദ്യം ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇതിനാ പ്ലാനിംഗ് എന്ന് പറയാം. നമ്മൾ ആദ്യമേ എല്ലാം തയ്യാറാക്കി വെക്കുക. പിന്നെ ഓർഗനൈസ് സ്കിൽ അദ്ദേഹത്തിന് വേണം. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അപ്പോൾ ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യല്ലേ, കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് തലേന്ന് നമ്മളെല്ലാം വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ആദ്യം എഴുതി വെക്കുക. അതാണ് പ്ലാനിങ്. വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം അവസാനം നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവില്ല. ചിലപ്പോൾ ഭക്ഷണം പാചകം ചെയ്യേണ്ടാവും, ആൾക്കാരെ വരുന്ന ആൾക്കാർ
ഓരോരുത്തരെ നമ്മൾ പേഴ്സണലി പോയിട്ട് ഗ്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണെന്ന് ഓർഗനൈസ് ചെയ്യണം. ആ നേരത്തെ നമ്മൾ ആ ടൈം കൃത്യമായിട്ട് എന്താണ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ബിസിനസ്സിൽ എന്താണ് എല്ലാ സംഗതിയും ഒരേ സമയം എന്താണ് ഓർഗനൈസ് ചെയ്യുക. ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി, ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ഓർഗനൈസ് ചെയ്യുക. പിന്നെ റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസേർട്ടനിറ്റി ബെയറിംഗ് ആണ്. കൃത്യമായിട്ട് എന്താണ് ഈ റിസ്ക് കൃത്യമായിട്ട് ഏറ്റെടുക്കുക. പിന്നെ അൺസേർട്ടനിറ്റി വരും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ ഭാവിയിൽ വരാൻ പോകുന്നത്, അനിശ്ചിതത്വം വരും. അനിശ്ചിതത്വം എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയില്ല ഔട്ട്കം എന്താ വരാൻ പോകുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ് കൃത്യമായിട്ടും ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. ഓൺടർപ്രണർ അസ്യൂംസ് ദ റിസ്ക് ആൻഡ് uncertainties associated with starting and running a business including market fluctuation and unforeseen event. പിന്നെ മാനേജ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടൊക്കെ മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. ഓർഗനൈസിങ്ങും പ്ലാനിങ്ങും സ്റ്റാഫിങ്ങും ഒക്കെയാണ് മാനേജ്മെൻറ്റ്. അത് എന്താണ് ഈ പ്ലാനിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെയാണ് വരുന്നത്. കൃത്യമായിട്ട് എന്താണ് മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ്, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഉചിതമായ തീരുമാനങ്ങൾ, വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പിന്നെന്താ പറയുന്നത്, മാർക്കറ്റ് റിസർച്ചും സെയിൽസും ആണ്. കൃത്യമായിട്ട് റിസർച്ച് നടത്തണം മാർക്കറ്റിനെ കുറിച്ചിട്ട്. എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കുറിച്ച് കൃത്യമായ ഒരു ധാരണ വേണം. പിന്നെന്താണ് സെയിൽസിൻ്റെ ഭാഗമായിട്ടാണ് ആ റിസർച്ച് നടത്തേണ്ടത് എന്നുള്ളതാണ്. പിന്നെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനാണ്. പിന്നെന്താണ് ഇൻകം കൃത്യമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നമ്മൾ കിട്ടുന്ന ഇൻകം മൊത്തമായിട്ട് ലാഭം ഊറ്റിക്കൊണ്ടുപോകാതെ കുറേ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിനും ഇൻവെസ്റ്റേഴ്സിനും സപ്ലൈസിനൊക്കെ കൊടുക്കണം. സപ്ലൈസിന് കൊടുത്തേ പറ്റൂ, എംപ്ലോയീസിനൊക്കെ ശമ്പളമൊക്കെ അത്യാവശ്യം കൊടുക്കണം, അല്ലെങ്കിൽ ഇതാണ് ആൾക്കാർ പോകുന്നുള്ളതാണ്. പിന്നെ ഇന്നൊവേഷൻ, പുതിയ പ്രൊഡക്റ്റുകൾ, സർവീസ്, പ്രോസസ്സ് ഒക്കെ കൊണ്ടുവരണം. പിന്നെ ഗവൺമെൻറ് ലൈസൺ, ഓൺട്രപ്രണർ ഇൻട്രാക്ട് വിത്ത് ഗവൺമെൻറ് ഏജൻസീസ് എൻഷുറിങ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻ ആൻഡ് ലോസ്. ഗവൺമെൻറ് ലൈസൺ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും ഈ പറയുന്ന എന്താണ് റൂൾസ് ഒന്നും എന്താണ് നമ്മൾ തെറ്റിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 10ാമത്തെ പോയിന്റ്, പ്രൊജക്റ്റ് കൃത്യമായിട്ട് എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഐഡിയ എന്ന് നമുക്ക് പറയാം. ആ ഐഡിയനെ മൊത്തമായിട്ട് എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ് പ്രോജക്റ്റുകളെ ടൈമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, കൃത്യമായിട്ട് എന്താണ് ചിലവ് ചുരുക്കുക, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓൺട്രപ്രണർ ചെയ്യേണ്ട ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് കഴിഞ്ഞാൽ വരുന്നതാണ് റോൾ ഓഫ് ഓൺട്രപ്രണർ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഓൺട്രപ്രണറിൻ്റെ റോൾ എന്താണ്? ഒന്ന്, ഇദ്ദേഹം ജോബ് ക്രിയേറ്റ് ചെയ്യാൻ അത്യാവശ്യമായ ഒരാളാണ്. പിന്നെ പ്രൊമോട്ടിങ് ക്യാപിറ്റൽ ഫോർമേഷനാണ്. ക്യാപിറ്റൽ ഫോം ചെയ്യുക എന്ന് വെച്ചാൽ പല ആൾക്കാരുടെ കയ്യിൽ വെറുതെ കിടക്കുന്ന പൈസ ക്യാപിറ്റലല്ല, അത് ബിസിനസ്സിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ആ ഒരു തുക ക്യാപിറ്റലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ ഫോം ചെയ്യാൻ ഓൺട്രപ്രണർ മൊബിലൈസസ് എന്താണ് ഐഡിൽ സേവിങ് എന്ന് വെച്ചാൽ വെറുതെ നമ്മുടെ കയ്യിൽ കിടക്കുന്ന സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എന്താണ്, അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്നില്ല, പക്ഷെ അത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അത് ക്യാപിറ്റലായി തീരുകയാണ്. ഓക്കെ, എംപ്ലോയി റിസോഴ്സ് ആൻഡ് ക്രിയേറ്റ് വെൽത്ത് ലീഡിങ് ടു ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. പിന്നെന്താണ് ഇൻക്രീസിങ് പെർ ക്യാപിറ്റ ഇൻകം, നമ്മുടെ ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക. അതേപോലെ GDP വർദ്ധിപ്പിക്കുക. GDP എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളുടെയും മൊത്തം വാല്യൂ ആണ് GDP എന്ന് വെച്ചാൽ, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇംപ്രൂവിങ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജനങ്ങളുടെ ഇപ്പോൾ ആപ്പിൾ പോലത്തെ ഒരു സാധനം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്പനി മൊബൈൽ ഫോണായിട്ട് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഈവൻ നമ്മുടെ ഈ പറയുന്ന എന്താണ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അതുകൊണ്ട് പ്രാവർത്തികമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ബാധിക്കുന്നുണ്ട് അത്. അതുപോലെ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെയും എന്താണ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക. പിന്നെ ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, ഈ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, ബ്രിഡ്ജ്, ബിൽഡിംഗ് ഒക്കെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും എന്താണ് ഈ 6 വരിപ്പാത ഉണ്ടാകുന്ന എന്തിനാണ്, ബിസിനസ് ചരക്ക് ഗതാഗതം ഒന്നും കൂടി സുഗമമാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ജനങ്ങൾക്ക് പേഴ്സണലി പോകുന്നതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് ഗവൺമെൻറ് കൊടുക്കുന്നത് എന്തിനാണ്, ഈ ബിസിനസ്സുകാർക്കാണ്. അപ്പോൾ ഈ പോർട്ടുകൾ ഉണ്ടാകുന്നത്, എയർപോർട്ടുകൾ ഉണ്ടാകുന്നത്, ഈ റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാകുന്നത്, അത് നവീകരിക്കുന്നത് ഒക്കെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്, എല്ലാ രാജ്യത്താണെങ്കിലും. ഓക്കെ, അപ്പോൾ പിന്നെ 7ാമത്തെ പോയിന്റ് എന്താണ്, ഒന്ന് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള എന്തുണ്ടാവും, ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും രാജ്യത്തിന്. മറ്റു രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജ്, ഓൺട്രപ്രണർ ഇനീഷ്യേറ്റ് ചേഞ്ച് ക്രിയേറ്റിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജ് സ്റ്റിമുലേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ബാക്ക്വേർഡ് ലിങ്കേജ്, ഫോർവേഡ് ലിങ്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ സാധനം ഉണ്ടാക്കാൻ നമുക്ക് റോ മെറ്റീരിയൽ വേണം അല്ലേ. അതേപോലെ എന്താണ് അതിന് ചിലപ്പോൾ ആ റോ മെറ്റീരിയൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്യുവർ ഫോമിലുണ്ടാവും, അതിന് ലേബർ വേണം. ഇതൊക്കെ എന്താണ് ഒരു ബാക്ക്വേർഡ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാക്കിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. റോ മെറ്റീരിയൽ, അതിൻ്റെ ലേബർ, ഈ വക കാര്യങ്ങളൊക്കെ. ഇനി അത് കഴിഞ്ഞാൽ എന്താണ് അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും,
അല്ലേ, സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഫോർവേഡാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാക്ക്വേർഡ് മീൻസ് എന്താണ്, ആ പ്രൊഡക്റ്റിന് വേണ്ട റോ മെറ്റീരിയൽ, അത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളും അതിലെത്തിക്കുന്ന ആൾക്കാർ, സപ്ലയേഴ്സൊക്കെയാണ് ബാക്ക്വേർഡ് ചെയിൻ. ദെൻ ഫോർവേഡ് ചെയിൻ എന്താണ്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, സെല്ല് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാർ, സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പുകളൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടിനെയും ലിങ്ക് ചെയ്യുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ്, അതൊരു ഓൺട്രപ്രണർ ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എക്കണോമിക് ഗ്രോത്ത് സാധിക്കുമെന്ന് പറയുന്നത്. പിന്നെന്താണ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് എന്താണ് റിസോഴ്സ്. നമ്മുടെ റിസോഴ്സുകളെ കൃത്യമായിട്ട് എന്താണ് യൂട്ടിലൈസ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, 10ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, എക്സ്പോർട്ട് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റം. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ എന്താണ് എക്സ്പോർട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓൺട്രപ്രണേഴ്സ് ഇതിനെ കൊണ്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രപ്രണർ ഗ്രോത്ത് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ എസ് ആയിട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള അപ്പോൾ നോട്ട് ഞാൻ നിങ്ങളുടെ ആ ലിങ്കിൽ അയച്ചിട്ടുണ്ട്, അത് നിങ്ങളെടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് എഴുതി വെക്കേണ്ട കാര്യമില്ല, ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക.